ശനിയാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ. നാളെ രാവിലെ മുതൽ പൊതുദർശനം ആരംഭിക്കുകയാണ്. എങ്ങനെയായിരിക്കും ചടങ്ങുകൾ എന്നതിനെക്കുറിച്ചുകൂടി നമുക്കൊന്ന് പ്രേക്ഷകരോട് സംസാരിക്കാമെന്ന് തോന്നുന്നു. നാളെ രാവിലെയാണ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം ഇന്ത്യൻ സമയം രാവിലെ 9:30 സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് മാറ്റുക. പ്രാദേശിക സമയം രാവിലെ 9 സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിക്കുക. സംസ്കാരം വരെ ഭൗതികദേഹം അവിടെ തന്നെ സൂക്ഷിക്കും. അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങ് ശനിയാഴ്ചയാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹമനുസരിച്ച് തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാർപ്പാപ്പ ഈ മരണപത്രം തയ്യാറാക്കിയത് 2022 ജൂൺ 29 എങ്ങനെയായിരിക്കണം എൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്ന് അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ സൂര്യാസ്തമയം അടുക്കുന്നു എന്ന വാക്കുകളിലാണ് പോപ്പിൻ്റെ മരണപത്രം തുടങ്ങുന്നത്. ഉയർന്ന പീഠത്തിലുള്ള പൊതുദർശനം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മരണപത്രത്തിൽ. അതോടൊപ്പം തന്നെ പൊതുദർശനത്തിനായി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സാധാരണ തടിപ്പെട്ടിയാണ്. ആ തടിപ്പെട്ടിയിലായിരിക്കും പൊതുദർശനത്തിനായി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിക്കുക. സംസ്കരിക്കേണ്ടത് വത്തിക്കാന് പുറത്തുള്ള സെന്റ് മേരീസ് ബസലിക്കയിലാകണം. മാതാവിൻ്റെ ഈ പള്ളിയിലേക്കാണ് ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിക്കാനായി പോയിരുന്നത്. അവിടെ തന്നെ വേണമെന്നാണ് മരണപത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റോമിലെ 4 ബസലിക്കകളിൽ ഒന്നാണ് മാർപ്പാപ്പ സൂചിപ്പിച്ച വത്തിക്കാന് പുറത്തുള്ള സെന്റ് മേരീസ് ബസലിക്ക. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം ശവകുടീരത്തിൽ അലങ്കാരങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ലാളിത്യമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലളിതമായ ചടങ്ങുകൾ മതിയെന്ന് മരണപത്രത്തിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രമാണ് എഴുതിയത്. ഇതും മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ്. ശവകുടീരം നിർമ്മിക്കേണ്ടത് ഉയർന്ന പീഠത്തിലായിരിക്കില്ല, അത് നിലത്തായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് ശവകുടീര നിർമ്മാണവും തയ്യാറാക്കുക. സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം പോപ്പ് ബസലിക്കയ്ക്ക് മുൻകൂറായി തന്നെ കൈമാറുകയും ചെയ്തിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ സിങ്ക് പാളികളുള്ള ഒരൊറ്റ മരപ്പേടകത്തിലായിരിക്കും അടക്കം ചെയ്യുക. മാർപ്പാപ്പയുടെ കാലത്ത് പുറത്തിറക്കിയ നാണയങ്ങൾ അടങ്ങിയ ഒരു ബാഗും ഈ പെട്ടിയിൽ വെക്കും. അതാണ് ആ ചടങ്ങ്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ ജീവിതം വിവരിക്കുന്ന ഒരു രേഖയും ഇതോടൊപ്പം തന്നെ വയ്ക്കും. ആരാധനാക്രമ ചടങ്ങുകളുടെ തലവൻ ഉച്ചത്തിൽ ഈ രേഖ വായിക്കും. അതിനുശേഷമായിരിക്കും അത് പെട്ടിയിൽ വയ്ക്കുക. ഇതിൻ്റെ ഒരു പകർപ്പ് വത്തിക്കാനിൽ സൂക്ഷിക്കുകയും ചെയ്യും. സംസ്കാര ചടങ്ങിൽ പോപ്പിൻ്റെ മുഖത്ത് വെളുത്ത സിൽക്ക് തുണി വിവരിച്ച ശേഷമായിരിക്കും പേടകം മുദ്രവയ്ക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പതിവ്. ഇത് ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് തന്നെയാണ്, അതായത് മരണപത്രത്തിലെ ആഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മുൻകാല പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എംബാം ചെയ്ത ശരീരം ഉയർത്തിയ പീഠത്തിലോ കാറ്റഫാൾക്കിലോ സ്ഥാപിക്കില്ല, മറിച്ച് പേടകത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് സാധ്യത. മരണാനന്തര ചടങ്ങുകൾ ലളിതമാക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. മാർപ്പാപ്പയുടെ ആഗ്രഹം മാനിക്കുകയാണ് സഭ. കർദിനാൾ തിരുസംഘത്തിന്റെ ഡീനിന്റെ നേതൃത്വത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതാണ് ചടങ്ങുകൾ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ.